Hi everyone, welcome to CVQ. KTU 2019 സ്കീം CT303 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്ന കോഴ്സിന്റെ സിലബസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു കോഴ്സിൽ ടോട്ടൽ 5 മൊഡ്യൂൾസ് ആണുള്ളത്. നമുക്ക് ഓരോ മൊഡ്യൂളിലും എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതാണ് മൊഡ്യൂൾ 1ൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ്. സോ DCS അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പല സ്ട്രക്ചറൽ മെമ്പേഴ്സിൻ്റെയും ഡിസൈൻ പ്രൊസീജിയേഴ്സ് ഒക്കെ പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ഡിസൈനിലേക്ക് സ്റ്റെപ്പ് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം സബ്ജക്റ്റിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ സെഷൻ ആദ്യം തന്നെ വേണം. എന്താണ് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്, എന്താണ് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്, RCCൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, RCCൻ്റെ ഡിസൈൻ ഫിലോസഫീസ് എന്താണ്, അതേപോലെ തന്നെ നമ്മൾ ബേസ്ഡ് ഓൺ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ IS 456-2000 എന്ന് പറയുന്ന കോഡിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ സെഷൻ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡിസൈൻ പ്രൊസീജിയർ സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ഫസ്റ്റ് സെഷൻ തന്നെ ഇൻട്രഡക്ഷൻ ടു ദ സബ്ജക്റ്റ് ആണ്. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് സ്റ്റഡി ചെയ്യും. കാരണം നമ്മളിപ്പോൾ IS കോഡിൽ എടുത്ത് നോക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരുമ്പോഴും അതിൽ ഒരുപാട് ടേംസ് ഉണ്ടാവും. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, ഗ്രേഡ് ഓഫ് സ്റ്റീൽ, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ്, അതേപോലെ തന്നെ RCC ഡിസൈൻ ചെയ്യാൻ നമുക്ക് 3 ഡിസൈൻ ഫിലോസഫീസ് ഉണ്ട്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ്, അതേപോലെ തന്നെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. അപ്പോൾ മുന്നേത്തെ സ്കീമിലൊക്കെ നമുക്ക് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഈ ഒരു സിലബസിൽ ഡയറക്റ്റ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഡിസൈൻ. അതേപോലെ തന്നെ മുന്നത്തെ സ്കീമൊക്കെ നോക്കുമ്പം ഇൻട്രഡക്ഷൻ, ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇൻട്രഡക്ഷൻ മാത്രമായിരുന്നു. ഈ പറഞ്ഞ തിയറിയും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊരു 2 ഹവേഴ്സിലേക്ക് സിലബസിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു 2 ഹവേഴ്സ് പോരാ നമുക്ക് ഒരു RCCൻ്റെ ഒരു ഇൻട്രഡക്ഷൻ തരിക എന്ന് പറയുമ്പോൾ. കാരണം അത്രയും കോൺസെപ്റ്റും ടേംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ആ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ ന്യൂമറിക്കൽ പാർട്ടിലേക്ക് വരുമ്പോൾ പഠിക്കാനുള്ളത് ബീമാണ്. ബീം എന്ന് പറയുന്ന ഒരു ഫ്ലെക്ചറൽ മെമ്പറാണ്. ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ ആണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. ലിമിറ്റ് സ്റ്റേറ്റിൽ തന്നെ നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സും ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയും ഉണ്ട്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഫ്ലെക്ചർ എന്നുള്ളത്. നിങ്ങൾക്ക് അവിടെ അടുത്തൊരു ടോപ്പിക്കായിട്ട് അവിടെ കാണാം, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഫ്ലെക്ചർ. അപ്പം ബീം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് ബീമിലേക്ക് അത് പഠിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇൻട്രഡക്ഷൻ തിയറി എല്ലാം പഠിക്കണം. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഫ്ലെക്ചറിൻ്റെ അസംഷൻസ് പഠിക്കാനുണ്ട്, അതിൻ്റെ ഇക്വേഷൻസിൻ്റെ ഡെറിവേഷൻസ് പഠിക്കാനുണ്ട്. അതെല്ലാം പഠിക്കുമ്പോഴാണ് നമുക്കത് പ്രോപ്പറായിട്ട് അനാലിസിസും ഡിസൈനും ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ആദ്യം അതിൻ്റെ കോൺസെപ്റ്റ് കംപ്ലീറ്റ് പഠിക്കുക. ബാലൻസ്ഡ് സെക്ഷൻ എന്താണ്, അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ, ഓവർ റീഇൻഫോഴ്സ് സെക്ഷനൊക്കെ എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എന്താണ്, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാംസ് എങ്ങനെയാണ് വരുന്നത്, ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വിൽ സ്റ്റെപ്പ് ഓൺ ടു ദ ന്യൂമറിക്കൽ പാർട്ട്. ന്യൂമറിക്കലിൽ ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമാണ്. സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ അനാലിസിസും ഉണ്ട്, ഡിസൈനും ഉണ്ട്. സോ ഈ ഒരു അനാലിസിസ് ആൻഡ് ഡിസൈൻ എന്ന് DCSൽ പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡിസൈനിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സെക്ഷൻ്റെ ഡയമെൻഷൻസ് ഒക്കെ ഫിക്സ് ചെയ്യുക, എത്ര സ്റ്റീൽ വേണം എന്നുള്ള ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക, അതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും മൊമെൻറ്റും അതേപോലെ തന്നെ ഷിയർ ഫോഴ്സും. നമുക്ക് ആദ്യം തന്നെ ഒരു ബെൻഡിങ് മൊമെൻറ്റും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബീം ആണെന്നുണ്ടെങ്കിൽ ബീമിൽ ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും നമ്മുടെ കയ്യിലുണ്ടാവും. ആ ഒരു ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും ഡെവലപ്പ് ചെയ്യാനുള്ള സെക്ഷൻ്റെ സൈസാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. എത്ര വിഡ്ത്ത് വേണം, ബീമിന് എത്ര ഡെപ്ത് വേണം, ആ ബീമിന് ടോപ്പ് റീഇൻഫോഴ്സ്മെൻറ്റ് എത്ര വേണം, ആ ബീമിൽ ബോട്ടം റീഇൻഫോഴ്സ്മെൻറ്റ് എത്ര വേണം, സ്റ്റിറപ്സ് എത്ര വേണം, സ്റ്റിറപ്പിൻ്റെ സ്പേസിങ് എത്ര വേണം, സ്റ്റിറപ്പിൻ്റെ ഡയമീറ്റർ എന്താണ്, ബാറിൻ്റെ ഡയമീറ്റർ എത്രയാണ്, ഇങ്ങനെ പല കാര്യങ്ങളാണ് ഡിസൈൻ ചെയ്യുന്നത്. അതാണ് ഡിസൈൻ എന്ന് പറയുന്നത്. അനാലിസിസ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ഡിസൈൻ തന്നിട്ടുണ്ടാവും. ഒരു ബീമിൻ്റെ വിഡ്ത്ത് എത്രയാണ്, ഡെപ്ത് എത്രയാണ്, റീഇൻഫോഴ്സ്മെൻറ്റ് എത്രയാണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ടാവും. യു ഹാവ് ടു ഫൈൻഡ് ദ മൊമെൻറ്റ് റെസിസ്റ്റിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബീം. ഇങ്ങനെ ഒരു ബീം ഉണ്ടെങ്കിൽ ആ ബീമിന് എത്ര മൊമെൻറ്റ് റെസിസ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ടാവും എന്ന് തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് അനാലിസിസ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഡിസൈൻ കംപ്ലീറ്റ് ഉണ്ടാവും, അങ്ങനെ ഒരു ബീം നമുക്കുണ്ട്, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കണം ഈ ഒരു ബീമിന് എത്ര മൊമെൻറ്റ് റെസിസ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. അങ്ങനെ തിരിച്ച് കണ്ടുപിടിക്കുന്ന പ്രോബ്ലത്തിനെയാണ് നമ്മൾ അനാലിസിസ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അനാലിസിസ് പ്രോബ്ലം ഉണ്ട്, സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഡിസൈൻ പ്രോബ്ലം ഉണ്ട്. ഈ അനാലിസിസ് പ്രോബ്ലവും ഡിസൈൻ പ്രോബ്ലവും ആണ് പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറ്. ഇതിൽ അനാലിസിസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അനാലിസിസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ, ഒരുപാട് ടൈം കൺസ്യൂമിങ് ഒന്നുമല്ല. അതുകൊണ്ട് അത് പൊതുവെ 14 മാർക്കിന് ചോദിക്കാറില്ല. ചിലപ്പോൾ ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് ബേസ്ഡ് ഓൺ ലക്കാണ്. ചിലപ്പോൾ 10 മാർക്കിനൊക്കെ ആയിരിക്കും അധികം ചോദിക്കുക, കൂടെ തിയറിയും കൂടെ ഉണ്ടാവും. ഇനി ഈവൻ ഡിസൈൻ പ്രോബ്ലം തന്നെയാണെങ്കിലും ചിലപ്പോൾ 14 മാർക്കിന് ചോദിക്കില്ല, 12 മാർക്കിനൊക്കെ ചോദിക്കും, 2 മാർക്കിന് അഗെയിൻ തിയറി ചോദിക്കും. ഒരുപാട് തിയറി നിങ്ങൾക്ക് DCSൽ പഠിക്കാനുണ്ട്. സ്ട്രക്ചറൽ അനാലിസിസ് പോലെയല്ല. സ്ട്രക്ചറൽ അനാലിസിസിൽ തിയറി ഭയങ്കര ലിമിറ്റഡ് ആണ്, കുറച്ച് തിയറംസും കോൺസെപ്റ്റുകളും. പക്ഷേ DCSൽ അങ്ങനെയല്ല, നല്ല വാസ്റ്റ് ആയിട്ട് തിയറി ഉണ്ട്. അതേപോലെ IS കോഡും ഒരുപാട് വായിക്കാനുണ്ട്, അതിൻ്റെ അകത്തും ഒരുപാട് ടേംസ് പഠിക്കാനുണ്ട്.
സോ IS കോഡിലും ഉണ്ട് കുറേ തിയറി, അല്ലാതെ നിങ്ങൾ അത്യാവശ്യം ടെക്സ്റ്റ് ബുക്കൊക്കെ റീഡ് ചെയ്യണം. സോ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ ടു ദ സബ്ജക്റ്റും അതേപോലെ തന്നെ അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീം. നെക്സ്റ്റ് മൊഡ്യൂൾ 2 ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു 5 മൊഡ്യൂളിനെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീമിൻ്റെ അനാലിസിസ് ആൻഡ് ഡിസൈൻ ആണ്. നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീമിൻ്റെ അനാലിസിസും ഡിസൈനും പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീമിൻ്റെ അനാലിസിസും ഡിസൈനും. അപ്പോൾ നിങ്ങൾ എന്താണ് ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീം, നമ്മൾ എന്തിനാണ് ഡബ്ലി റീൻഫോഴ്സ്ഡ് സെക്ഷൻസ് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യം എന്താണ്, നീഡ് ഫോർ ഡബ്ലി റീൻഫോഴ്സ്ഡ് സെക്ഷൻ, അതേപോലെ തന്നെ അതിലും ഈ പറഞ്ഞ അസംഷൻസും അതിൻ്റെ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തിട്ടാണ് അനാലിസിസിലേക്കും അതേപോലെ ഡിസൈൻ പാർട്ടിലേക്കും വരുന്നത്. അതാണ് ഒരു ന്യൂമറിക്കൽ ടോപ്പിക്ക് വരുന്നത്, അനാലിസിസും ഡിസൈനും. അത് നെക്സ്റ്റ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ് അനാലിസിസ് ഓഫ് ടി ബീം, ഫ്ലാൻജ്ഡ് ബീംസ്, വെബും ഫ്ലാൻജും വരുന്ന ടി ബീമിൻ്റെ അനാലിസിസ്. അതും ഒരുപാട് കേസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ന്യൂമറിക്കൽ പാർട്ടുണ്ട്. ഒരൊറ്റ മെത്തേഡ് അങ്ങനെ പഠിക്കല്ല, അതിൽ പല കേസസും ഒക്കെ വന്നിട്ട് അത്യാവശ്യം ഡെപ്തിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ടി ബീം എന്ന് പറയുന്നത്. അതിൻ്റെ ന്യൂമറിക്കൽസ് ഒത്തിരി പഠിക്കാനുണ്ട്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കോൺസെപ്റ്റും പഠിക്കാനുണ്ട്, അത് കഴിഞ്ഞ് ന്യൂമറിക്കൽസും ഉണ്ട്. പിന്നെ വരുന്നൊരു പോർഷനാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ്. ഫ്ലെക്ചർ ആയിരുന്നു നമ്മൾ ബീമിൻ്റെ കേസിൽ വന്നപ്പം. അതുകൂടാതെ വരുന്നതാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഷിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഷിയർ ഡിസൈൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, എങ്ങനെയാണ് ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളത്. അതാണ് അടുത്തൊരു ടോപ്പിക്ക് ഈ മൊഡ്യൂളിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് ബോണ്ട് ആൻഡ് ഡെവലപ്മെൻറ്റ് ലെങ്ത്. ഈ ഒരു ടോപ്പിക്ക് കോൺസെപ്റ്റാണ് പഠിക്കാനുള്ളത്, തിയറി ബേസ്ഡ് ആണ്. ന്യൂമറിക്കൽസ് ഒന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്താണ് കോൺക്രീറ്റിൽ RCCയിൽ ബോണ്ട് സ്ട്രെങ്ത്, അതേപോലെ ഡെവലപ്മെൻറ്റ് ലെങ്ത്, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ ഡെറിവേഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ന്യൂമറിക്കൽസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ വരുന്നൊരു ടോപ്പിക്കാണ് അതിൽ തന്നെ കർട്ടെയിൽമെൻറ്റ് ഓഫ് റീൻഫോഴ്സ്മെൻറ്റ്. നമ്മൾ റീൻഫോഴ്സിങ് ബാർ കട്ട് ചെയ്യുമ്പോഴും കർട്ടെയിൽ ചെയ്യുമ്പോൾ കുറേ റൂൾസ് ഒക്കെ IS കോഡ് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അതും നിങ്ങൾക്ക് തിയറി ബേസ്ഡ് ആയിട്ട് പഠിക്കാനുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കർട്ടെയിൽമെൻറ്റ് ഓഫ് റീൻഫോഴ്സ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട്. നെക്സ്റ്റ് വരുന്നൊരു ന്യൂമറിക്കൽ പാർട്ടാണ് ടോർഷൻ ഡിസൈൻ. ടോർഷനും കൂടെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബീമൊക്കെ ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഡിസൈൻ ഓഫ് ടോർഷനിൽ വരുന്നത്. അതും ന്യൂമറിക്കൽ പോർഷനാണ്. സോ ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീമിൻ്റെ അനാലിസിസ് ഉണ്ട്, ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഡിസൈൻ ഉണ്ട്, ഷിയർ ഡിസൈൻ ഉണ്ട്, ടി ബീമിൻ്റെ ഡിസൈൻ ഉണ്ട്, ടോർഷൻ ഡിസൈൻ ഉണ്ട്. അങ്ങനെ 5 ഡിസൈൻസ് വരുന്നുണ്ട്. അനാലിസിസ് ആൻഡ് ഡിസൈൻ ആയിട്ട് 5 ന്യൂമറിക്കൽ പാർട്ട് വരുന്നുണ്ട്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും പല പോലെയാണ് ചോദിച്ച് കാണുന്നത്. നമുക്കങ്ങനെ ഇന്ന ക്വസ്റ്റ്യൻ ഓറായിട്ട് ഇന്നത് അങ്ങനെയൊന്നും ചോദിച്ച് കാണാറില്ല. പല പോലെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഷിയർ ചോദിച്ചിട്ടുണ്ട്, ടോർഷൻ ചോദിച്ചിട്ടുണ്ട്, ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഡിസൈൻ ചോദിക്കാറുണ്ട്, ടി ബീം ചോദിക്കാറുണ്ട്. ഇപ്പോൾ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും പല പോലെയാണ് വരുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ എന്ന് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 3ൽ 2 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്, ഡിസൈൻ ഓഫ് സ്ലാബും ഡിസൈൻ ഓഫ് സ്റ്റെയറും. സ്ലാബ് തന്നെ നമുക്ക് 2 ടൈപ്പ് ഓഫ് സ്ലാബ് ഉണ്ട്, 1 വേ സ്ലാബും അതേപോലെ തന്നെ 2 വേ സ്ലാബും. സോ ഈ 2 സ്ലാബിൻ്റെ ഡിസൈനും പഠിക്കാനുണ്ട്. രണ്ടും ചെറിയ വ്യത്യാസമുണ്ട് ഡിസൈനിൽ, 1 വേ സ്ലാബിൻ്റെയും 2 വേ സ്ലാബിൻ്റെയും. സോ ആ 2 ഡിസൈനും ന്യൂമറിക്കൽസും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും, കംപ്ലീറ്റ് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ടോപ്പിക്ക് സ്റ്റെയർ കേസാണ്. അതും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെയറും സ്റ്റെയറിൻ്റെ പാർട്സും ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കോൺസെപ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഡിസൈനിൽ പഠിക്കാനുള്ളത് ഡോഗ് ലെഗ്ഡ് സ്റ്റെയറിൻ്റെ ഡിസൈനാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഇത് പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാലും സ്ലാബിൻ്റെ ഓറായിട്ടാണ് സ്റ്റെയർ എപ്പോഴും ചോദിക്കാറ്. ഒരു ക്വസ്റ്റ്യൻ സ്ലാബിൽ നിന്നുണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ സ്റ്റെയറിൽ നിന്നുണ്ടാവും. സ്റ്റെയറിൽ ഡിസൈൻ ചോദിക്കുന്നത് ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ തന്നെയാണ്, അതേ പഠിക്കാനുള്ളൂ, അത് തന്നെയാണ് ചോദിക്കാറ്. സ്ലാബ് നിങ്ങൾക്ക് ഐദർ 1 വേ സ്ലാബ് ആവാം, 2 വേ സ്ലാബ് ആവാം, അതിൽ തന്നെ റീസ്ട്രെയിൻഡും അൺറീസ്ട്രെയിൻഡ് അങ്ങനത്തെ പല കേസസും ഉണ്ട്, ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4ൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ഓഫ് കോളം, ആ ഒരു കോളമാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. വേറെ ടോപ്പിക്സ് ഒന്നുമില്ല, പക്ഷേ കോളം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഷോർട്ട് കോളം മാത്രമാണ് പഠിക്കാനുള്ളത്, ലോങ് കോളം ഒന്നും പഠിക്കാനില്ല. ഷോർട്ട് കോളത്തിൻ്റെ ഡിസൈനാണ്. അതിൽ തന്നെ ആക്സിയലി ലോഡഡ് ആയിട്ടുള്ള കോളവും, ആക്സിയൽ ലോഡ് വിത്ത് യൂണി ആക്സിയൽ ബെൻഡിങ്ങും, ആക്സിയൽ ലോഡ് വിത്ത് ബൈ ആക്സിയൽ ബെൻഡിങ്ങും, അങ്ങനെ 3 കേസസ് ആയിട്ട് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ സ്ക്വയർ കോളം, റെക്ടാങ്കുലർ കോളം, സർക്കുലർ കോളം, സ്പൈറൽ കോളം, ഇതൊക്കെ ഡിസൈൻ ചെയ്യുക. അപ്പോൾ കോളം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. കോളത്തിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ, അത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഒരു ആക്സിയലി ലോഡഡ് കോളം, പിന്നെ യൂണി ആക്സിയൽ ബെൻഡിങ്ങോ ബൈ ആക്സിയൽ ബെൻഡിങ്ങോ സ്പൈറൽ കോളത്തിൻ്റെ ഡിസൈനോ എങ്ങനെ വേണമെങ്കിലും ആ ഒരു 3-4 കേസസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതൊന്ന് എങ്ങനെ വേണമെങ്കിലും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ചോദിക്കാം. പിന്നെ കോളത്തിൻ്റെ തിയറി ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ. കോളം ഇൻട്രാക്ഷൻ കർവ് എന്താണ്,
ടൈപ്സ് ഓഫ് കോളം, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, സ്ലെൻഡർനെസ് റേഷ്യോ ബേസ് ചെയ്തിട്ട് അങ്ങനെ കുറേ കോൺസെപ്റ്റ്സ്, എല്ലാ മൊഡ്യൂളിലും കോൺസെപ്റ്റ്സ് ഒത്തിരി പഠിക്കാനുണ്ട്. തിയറി അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട് DCSൽ. പിന്നെ ലാസ്റ്റ് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5 ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഡിസൈൻ ആണ്. അതിൽ ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൻ്റെ ഡിസൈനും പഠിക്കാനുണ്ട്, കമ്പൈൻഡ് ഫൂട്ടിങ്ങും ഉണ്ട്. ഐസൊലേറ്റഡ് ഫൂട്ടിങ് സ്ക്വയർ ഫൂട്ടിങ്ങോ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഫൂട്ടിങ്ങോ രണ്ടും ന്യൂമറിക്കൽസ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. കമ്പൈൻഡ് ഫൂട്ടിങ് തിയറി ആയിട്ടാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളത്. അത് ചോദിച്ചിട്ടുമുണ്ട്, തിയറി ആണല്ലോ എന്ന് പറഞ്ഞു വിടരുത്, എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾസും ഡിസൈൻ പ്രൊസീജിയർ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വരുന്നത്, ഇതുവരെ നമ്മൾ പഠിച്ചത് മുഴുവൻ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ആയിരുന്നു. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഫ്ലെക്ചർ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഷിയർ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ടോർഷൻ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് കംപ്രഷൻ, അങ്ങനെ എല്ലാം ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി വരുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി. സോ ഈ ഒരു ലാസ്റ്റ് മൊഡ്യൂളിലാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയിൽ തന്നെ നമുക്കിവിടെ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഒന്ന് ക്രാക്കും ഡിഫ്ലക്ഷനുമാണ്. അത് രണ്ടിലും ന്യൂമറിക്കൽസ് ഉണ്ട്. ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ന്യൂമറിക്കലും ഉണ്ട്, അതേപോലെ ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ന്യൂമറിക്കലും ഉണ്ട്. അത്യാവശ്യം രണ്ടും ചെയ്യാനുള്ള ബേസ്ഡ് ഓൺ IS കോഡ് തന്നെയാണ്. IS കോഡിൽ എല്ലാ ഇക്വേഷൻസും കാര്യങ്ങളും പ്രൊസീജിയറൊക്കെ പറയുന്നുണ്ട്, ക്രാക്ക് വിഡ്ത്തും ഡിഫ്ലക്ഷനും കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ അത് ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉള്ള ന്യൂമറിക്കൽസ് പഠിക്കാനുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് വരുന്നത് എർത്ത് ക്വേക്ക് ഡിസൈൻ ആണ്. എർത്ത് ക്വേക്ക് ഡിസൈൻ ന്യൂമറിക്കൽസോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇൻട്രൊഡക്ഷൻ ടു എർത്ത് ക്വേക്ക് ഡിസൈൻ ആണ്. എന്താണ് എർത്ത് ക്വേക്ക് ഡിസൈൻ? എർത്ത് ക്വേക്ക് ഡിസൈനിൽ വരുന്ന 2 കോഡാണ്, IS 1893 അതേപോലെ തന്നെ IS 13920. സോ ആ ഒരു കോഡിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെയാണ് 3 മാർക്കിലും അതേപോലെ തന്നെ 14 മാർക്കിൽ ചെറിയ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഒരു പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി പാറ്റേൺ നോക്കുമ്പോൾ എപ്പോഴും ഫൗണ്ടേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൻ്റെ ഓറായിട്ട് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഡിഫ്ലക്ഷനോ അല്ലെങ്കിൽ ക്രാക്കിങ്ങോ. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡിഫ്ലക്ഷനും ക്രാക്കിങ്ങും ഒക്കെ കംപ്ലീറ്റ് 14 മാർക്കിന് ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു 3 മാർക്കിനോ 4 മാർക്കിനൊക്കെ അതിൻ്റെ കൂടെ എർത്ത് ക്വേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിയറിയൊക്കെ ഉണ്ടാവും. എല്ലാ ഡിസൈനും എപ്പോഴും 14 മാർക്കിന് തന്നെ ചോദിച്ചോളണം എന്നില്ല. പിന്നെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു എർത്ത് ക്വേക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിന് ഭയങ്കര വാസ്റ്റാണ്, ഒത്തിരി ഉണ്ട് എർത്ത് ക്വേക്ക് ഡിസൈനിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ. പിന്നെ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് പറഞ്ഞു തരും. പിന്നെ സബ്ജക്റ്റിൽ IS 456-2000 ആണ് കംപ്ലീറ്റ് കോഡ് അലൗഡ് ആയിട്ടുള്ളത്. SP16 കോളം ഇൻട്രാക്ഷൻ കർവിൻ്റെ ഒക്കെ ചില പേജസ് മെയിനായിട്ട് കോളം ഇൻട്രാക്ഷൻ കർവിൻ്റെ ഒക്കെയാണ് പേജസൊക്കെയാണ് അലൗഡ് ആയിട്ടുള്ളത്. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് അറ്റസ്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകേണ്ടത് എക്സാമിനേഷൻ. ഇതിലെന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചറൽ അനാലിസിസിലൊക്കെ തിയറി ഞാൻ പറഞ്ഞല്ലോ ലിമിറ്റഡ് ആണ്. ഡിസൈൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറേ പഠിക്കാനുണ്ട്, ന്യൂമറിക്കൽസ് മാത്രമല്ല തിയറിയും അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട്. പിന്നെ കുറച്ചൊക്കെ തിയറി നിങ്ങൾക്ക് IS കോഡ് വെച്ചിട്ട് എഴുതാൻ പറ്റും. IS കോഡിൽ കാര്യങ്ങളുണ്ടാവും തിയറി, പക്ഷേ അത് അറിയണമെന്നുണ്ടെങ്കിൽ IS കോഡുമായിട്ട് ഫെമിലിയർ ആയിരിക്കണം. ആ ഒരു എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾക്ക് അത് പേജ് മറിച്ച് തരാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. സോ ഇന്ന ടോപ്പിക്സ് ഇന്ന സ്ഥലത്താണെന്ന് വളരെ ഫെമിലിയർ ആയിരിക്കണം. അതിന് IS കോഡ് എപ്പോഴും റെഫർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ജസ്റ്റ് ക്ലാസ്സിൽ നിന്ന് മാത്രമല്ലാതെ എപ്പോഴും IS കോഡ് വായിക്കുകയും അത് റെഫർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലും ഓരോ ടോപ്പിക്സും എവിടെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അതൊന്ന് ബൈ ഹാർട്ട് ആവുന്നത്. സോ എപ്പോഴും കോഡ് റെഫർ ചെയ്തുകൊണ്ടിരിക്കുക. കോഡ് സമയം കിട്ടുമ്പം ഒന്ന് വായിച്ച് നോക്കുക, ഓരോ ടോപ്പിക്സ് എവിടെയാണെന്നൊക്കെ ഉള്ളത് അറിഞ്ഞിരിക്കുക. പിന്നെ ഒരു പ്രോബ്ലം ടൈം തന്നെയാണ്, കാരണം ലെങ്തി ആയിട്ടുള്ള ഡിസൈനാണ്. അതും ഒരു ഡിസൈനും ചിലപ്പോൾ 14 മാർക്കിന് ചോദിക്കില്ല, അതിൻ്റെ കൂടെ വീണ്ടും തിയറി എഴുതാനുണ്ടാവും ഒരുപാട്. അപ്പോൾ അത്രയും തിയറിയും ന്യൂമറിക്കൽസും ഒക്കെ വരുമ്പോൾ ടൈം മാനേജ്മെൻറ്റ് എഗെയിൻ നിങ്ങൾ ചെയ്ത് പഠിക്കുക വേണം. ചെയ്ത് പഠിക്കാതെ ടൈം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എക്സാമിനേഷൻ ഹാളിൽ നിന്ന്. സോ ഡിസൈൻ പ്രൊസീജിയേഴ്സും സ്റ്റെപ്പൊക്കെ ചുമ്മാ വായിച്ച് പഠിക്കാതെ എല്ലാം എഴുതി തന്നെ പഠിക്കുക. എന്ന് വെച്ചാൽ കോഡ് നോക്കണം, കോഡിൻ്റെ പേജ് മറക്കേണ്ടി വരും, എന്നിട്ട് അതിന് ഇക്വേഷൻ എഴുതേണ്ടി വരും. അപ്പം കോഡിൽ എവിടെയാണ് ഈ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് വളരെ കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ടോപ്പിക്. നിങ്ങൾക്ക് CT 303 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൽ എത്രത്തോളം ടോപ്പിക്സ് പഠിക്കാനുണ്ട്, എന്തൊക്കെ ടോപ്പിക്സാണ് കവർ ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റി എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ദ വീഡിയോ ആൻഡ് ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.